വെൽക്കം ടു ഹെന്നാസ് ഇംഗ്ലീഷ്. ഇന്ന് നമുക്ക് വാസ്, വേർ ഈ രണ്ട് വാക്കുകളെ കുറിച്ചും പഠിക്കാം. എന്താണ് ഇവയുടെ അർത്ഥം, ഏതൊക്കെ സന്ദർഭത്തിലാണ് ഇവ ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. വാസ്, വേർ ഇവ രണ്ടിനും ആയിരുന്നു എന്നാണ് അർത്ഥം. പക്ഷേ ഇവ ഉപയോഗിക്കേണ്ട സന്ദർഭത്തിൽ വ്യത്യാസമുണ്ട്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, ഏകവചനമാണെങ്കിൽ, ഒരൊറ്റ ആളെയാണ് കാണിക്കുന്നതെങ്കിൽ വാസാണ് ഉപയോഗിക്കേണ്ടത്. സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ, ബഹുവചനമാണെങ്കിൽ, ഒന്നിൽ കൂടുതൽ ആളുകളെ കാണിക്കുന്നുണ്ടെങ്കിൽ വേറാണ് ഉപയോഗിക്കേണ്ടത്. ഇനി കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഐ വാസ് എ ഡോക്ടർ, ഞാൻ ഒരു ഡോക്ടറായിരുന്നു. ഇവിടെ ഐ ആണ് സബ്ജക്റ്റ്. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, അത് ഒരൊറ്റ ആളേ ഉള്ളൂ, അതുകൊണ്ടാണ് വാസ് ഉപയോഗിച്ചത്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കൂ. ഹി വാസ് എ ടീച്ചർ, അദ്ദേഹം ഒരു ടീച്ചർ ആയിരുന്നു. ഇവിടെ സബ്ജക്റ്റ് ഹി ആണ്. ഹി എന്ന് പറഞ്ഞാൽ അദ്ദേഹം, അതും ഒരൊറ്റ ആളേ ഉള്ളൂ, അതുകൊണ്ടാണ് വാസ് ഉപയോഗിച്ചത്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കൂ. യു വെയർ എ ഫുട്ബോൾ പ്ലെയർ, നീ ഒരു ഫുട്ബോൾ കളിക്കാരൻ ആയിരുന്നു. യു എന്ന വാക്കിന് നീ, നിങ്ങൾ, താങ്കൾ എന്നൊക്കെ അർത്ഥമുണ്ട്. ഒരാളെ ഉദ്ദേശിച്ചായാലും ഒന്നിൽ കൂടുതൽ ആളുകളെ ഉദ്ദേശിച്ച് പറയുന്നതിനും യു തന്നെയാണ് ഉപയോഗിക്കുക. ഇവിടെ യു എന്ന സബ്ജക്റ്റ് പ്ലൂരലാണ്, അതുകൊണ്ടാണ് വെയർ ഉപയോഗിച്ചത്. ഇനി അടുത്ത സെൻറ്റൻസ്. ദേ വെയർ മൈ ക്ലാസ്മേറ്റ്സ്, അവർ എൻ്റെ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. ദേ എന്നാൽ അവർ, അത് പ്ലൂരലാണ്, അതുകൊണ്ടാണ് വെയർ ഉപയോഗിച്ചത്. ഇനി എസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വാസ്, വേർ ഇവ സെന്റൻസിന്റെ തുടക്കത്തിലേക്ക് കൊണ്ടുവന്നാൽ മതി, എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിട്ട് മാറും. കുറച്ച് ഉദാഹരണങ്ങൾ നോക്കൂ. ഹി വാസ് എ പോലീസ്മാൻ, അദ്ദേഹം ഒരു പോലീസുകാരനായിരുന്നു. ഇവിടെ വാസിനെ നേരെ സെന്റൻസിന്റെ തുടക്കത്തിലേക്ക് കൊണ്ടുവന്നാൽ മതി, എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിട്ട് മാറും. വാസ് ഹി എ പോലീസ്മാൻ, അദ്ദേഹം ഒരു പോലീസുകാരൻ ആയിരുന്നോ, ചോദ്യമായിട്ട് മാറി. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കൂ. ഷീ വാസ് എ നേഴ്സ്, അവൾ ഒരു നേഴ്സായിരുന്നു. വാസിനെ നേരെ സെൻറ്റൻസിൻ്റെ തുടക്കത്തിലേക്ക് കൊണ്ടുവരിക. വാസ് ഷീ എ നേഴ്സ്, അവൾ ഒരു നേഴ്സ് ആയിരുന്നോ, ചോദ്യമായിട്ട് മാറി. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കൂ. യു വേർ എ ടീച്ചർ, നിങ്ങൾ ഒരു അധ്യാപകനായിരുന്നു. വേറിനെ നേരെ തുടക്കത്തിലേക്ക് കൊണ്ടുവരിക. വേർ യു എ ടീച്ചർ, നിങ്ങൾ ഒരു അധ്യാപകനായിരുന്നോ, ചോദ്യമായിട്ട് മാറി. ഇനി അടുത്ത സെൻറ്റൻസ്. ദേ വേർ യുവർ ഫ്രണ്ട്സ്, അവർ നിന്റെ സുഹൃത്തുക്കൾ ആയിരുന്നു. വേറിനെ നേരെ തുടക്കത്തിലേക്ക് കൊണ്ടുവരിക. വേർ ദേ യുവർ ഫ്രണ്ട്സ്, അവർ നിന്റെ സുഹൃത്തുക്കൾ ആയിരുന്നോ. അപ്പോൾ വാസ്, വേർ എന്നിവ സെൻറ്റൻസിൻ്റെ തുടക്കത്തിലേക്ക് കൊണ്ടുവന്നാൽ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിട്ട് മാറും. ഇനി നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വാസ്, വേർ ഇവയുടെ കൂടെ നോട്ട് ചേർത്താൽ നെഗറ്റീവായിട്ട് മാറും. ഒരു ഉദാഹരണം നോക്കൂ. ഹി വാസ് ആൻ അഡ്വക്കറ്റ്, അദ്ദേഹം ഒരു അഡ്വക്കറ്റ് ആയിരുന്നു. ഇനി വാസിനോട് കൂടെ നോട്ട് ചേർത്താൽ നെഗറ്റീവായിട്ട് മാറും. ഹി വാസ് നോട്ട് ആൻ അഡ്വക്കറ്റ്, അദ്ദേഹം ഒരു അഡ്വക്കറ്റ് ആയിരുന്നില്ല, നെഗറ്റീവായിട്ട് മാറി. വാസ് നോട്ടിനെ ചുരുക്കിയിട്ട് വാസിൻ്റെ എന്നും പറയാം. ഹി വാസിൻ്റെ ആൻ അഡ്വക്കറ്റ് എന്നും പറയാം. ഇനി അടുത്ത സെൻറ്റൻസ്. ഡാനിയൽ വാസ് എ ക്രിമിനൽ, ഡാനിയൽ ഒരു ക്രിമിനൽ ആയിരുന്നു. ഇനി വാസിനോട് കൂടെ നോട്ട് ചേർക്കുക. ഡാനിയൽ വാസിൻ്റെ എ ക്രിമിനൽ, ഡാനിയൽ വാസിൻ്റെ എ ക്രിമിനൽ എന്നും പറയാം. ഡാനിയൽ വാസ് നോട്ട് എ ക്രിമിനൽ എന്നും പറയാം. വാസിനോട് കൂടെ നോട്ട് ചേർത്താൽ വാസിൻ്റെ എന്നായിട്ട് മാറും. ഡാനിയൽ ഒരു ക്രിമിനൽ ആയിരുന്നില്ല. ഇനി അടുത്തത്. വി വേർ സ്റ്റുഡൻസ്, ഞങ്ങൾ വിദ്യാർത്ഥികളായിരുന്നു. വേറിനോട് കൂടെ നോട്ട് ചേർക്കുക. വി വേറിൻ്റെ സ്റ്റുഡൻസ്, ഞങ്ങൾ വിദ്യാർത്ഥികൾ ആയിരുന്നില്ല. വി വേറിൻ്റെ സ്റ്റുഡൻസ് എന്നും പറയാം, വി വേർ നോട്ട് സ്റ്റുഡൻസ് എന്നും പറയാം. രണ്ട് രീതിയും ശരിയാണ്. ഇനി അടുത്തത്. ദേ വേർ മൈ റിലേറ്റീവ്സ്, അവർ എൻ്റെ റിലേറ്റീവ്സ് ആയിരുന്നു, അവർ എൻ്റെ ബന്ധുക്കളായിരുന്നു. ഇനി വേറിനോട് കൂടെ നോട്ട് ചേർക്കുക. ദേ വേറിൻ്റെ മൈ റിലേറ്റീവ്സ്, അവർ എൻ്റെ റിലേറ്റീവ്സ് ആയിരുന്നില്ല. വേറിനോട് കൂടെ നോട്ട് ചേർക്കുക, വേറിൻ്റെ എന്നായിട്ട് മാറും. അപ്പോൾ വാസ്, വേർ എന്നിവയുടെ കൂടെ നോട്ട് ചേർത്താൽ നെഗറ്റീവായിട്ട് മാറും. ഇനി നെഗറ്റീവ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. വാസ് ഹി എ പോലീസ്മാൻ, അദ്ദേഹം ഒരു പോലീസുകാരൻ ആയിരുന്നോ. ഇത് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഇനി വാസിനോട് കൂടെ നോട്ട് ചേർക്കുക. വാസിൻ്റെ ഹി എ പോലീസ്മാൻ, അദ്ദേഹം ഒരു പോലീസുകാരൻ ആയിരുന്നില്ലേ. അർത്ഥം ശ്രദ്ധിക്കണം. പോസിറ്റീവ് എസ് ഓർ നോ ക്വസ്റ്റ്യനിൽ ആയിരുന്നോ എന്നാണ് അർത്ഥം വരുന്നത്. നെഗറ്റീവ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആകുമ്പോൾ ആയിരുന്നില്ലേ എന്നുമാണ് അർത്ഥം വരിക. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കൂ. വാസ് ഷീ എ നേഴ്സ്, അവൾ ഒരു നേഴ്സ് ആയിരുന്നോ. ഇത് പോസിറ്റീവ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇതിനെ നെഗറ്റീവ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കുന്നതിന് വാസിൻ്റെ കൂടെ നോട്ട് ചേർക്കുക. വാസിൻ്റെ ഷീ എ നേഴ്സ്, അവൾ ഒരു നേഴ്സ് ആയിരുന്നില്ലേ, നെഗറ്റീവായിട്ട് മാറി. ഇനി അടുത്തത്. വേർ യു എ ടീച്ചർ, നിങ്ങളൊരു അധ്യാപകനായിരുന്നോ.
പോസിറ്റീവ് എസ് ക്വസ്റ്റ്യൻ ആണ്. വേറിൻ്റെ കൂടെ നോട്ട് ചേർക്കുക. വേറിൻ്റെ യു എ ടീച്ചർ, നിങ്ങളൊരു അധ്യാപകൻ ആയിരുന്നില്ലേ, നെഗറ്റീവ് എസ് ക്വസ്റ്റ്യൻ ആയിട്ട് മാറി. ഇനി അടുത്ത സെൻറ്റൻസ്, വേർ ദേ യുവർ ഫ്രണ്ട്സ്, അവർ നിന്റെ സുഹൃത്തുക്കളായിരുന്നോ. വേറിനോട് കൂടെ നോട്ട് ചേർക്കുക. വേറിൻ്റെ ദേ യുവർ ഫ്രണ്ട്സ്, അവർ നിന്റെ സുഹൃത്തുക്കൾ ആയിരുന്നില്ലേ, നെഗറ്റീവ് എസ് ക്വസ്റ്റ്യൻ ആയി. അപ്പോൾ വാസ്, വേറ് എന്നിവയുടെ അർത്ഥവും ഉപയോഗവും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇനി പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.